ഹായ്, ഞാനിന്ന് സംസാരിക്കാൻ പോണത് ഒബിയസ്ലി മൈ ജേഴ്സി വിരാട് കോഹ്ലിയെക്കുറിച്ചാണ്. ഓക്കെ, വിരാട് കോഹ്ലി 2090 വരെ ഇഫ് ഹീ പ്ലേസ് 5 മാച്ചിലുള്ള ഒരു സീരീസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 200 ആളുടെ കഴിയുന്നുണ്ടാവും. ഓക്കെ, നമുക്കറിയാം ഈ 5 കളിയുടെ മാച്ചാണെന്നുണ്ടെങ്കിൽ 2 സെഞ്ചുറി. അതിപ്പോൾ ഒരു ശ്രീലങ്കയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് 3 ആയി മാറും. ഓക്കെ, അപ്പോൾ ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ. അതായത് കളിക്കുന്ന 5 മത്സരങ്ങളിൽ മിനിമം 2 സെഞ്ചുറി അങ്ങനെയാണ്. ആ ഒരു മനുഷ്യൻ 2019 ശേഷമാണ് പുള്ളിക്കാരനൊരു ഡിക്ലൈൻ സംഭവിക്കണമെന്ന് പറയും. ഡിക്ലൈൻ എന്ന് പറയാൻ വേണ്ടി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ എനി കൈൻഡ് ഓഫ് കരിയർ, എനി കൈൻഡ് ഓഫ് ലൈഫ്. പീപ്പിൾ സം ടൈംസ് അങ്ങനെ ആകും. അത് ഇറ്റ്സ് എ നോർമൽ തിങ് എന്ന് പറയാം. നോ ഹ്യൂമൻ ബീങ് ഹാവ് ദ എബിലിറ്റി ടു റൈസ് ഇൻ ദ ടോപ്പ് ആൾവേസ്. സം ടൈംസ് ഇറ്റ്സ് എ നോർമൽ തിങ്. അതൊരു ഡിക്ലൈൻ ആയിട്ട് ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് എ നോർമൽ തിങ്. ഓക്കെ, ബട്ട് വൈ ഒരു വളരെ ലെവലിൽ കാരണം വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ അയാളുടെ കരിയറിലെ മോസ്റ്റ് ഇയേഴ്സിലും മറ്റുള്ളവരെക്കാൾ ഒരു ഹൈ ഡിസ്റ്റൻസിൽ മേലെ പോയി ഇരുന്നിട്ടുള്ള പേഴ്സണാണ്. ഓക്കെ, കാരണം ഒരു വിരാട് കോഹ്ലി നമ്പർ 1 ആയി ഇരിക്കുന്ന സമയത്ത് രണ്ടാമതായി നിൽക്കണവനും വിരാട് കോഹ്ലി തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഹെവി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഹൈപ്പിൽ ആളുടെ കരിയർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ എവരി ടൈം അതായത് എത്ര പെട്ടെന്ന് ചില സമയത്തൊക്കെ ഔട്ട് ഓഫ് ഫോം ഉണ്ടെങ്കിൽ പോലും വെരി ക്വിക്ക്ലി ആൾ ബൗൺസ് ബാക്ക് ചെയ്യും. മേ ബി വല്ലപ്പോഴൊക്കെ ഇംഗ്ലണ്ടിൽ സീരിയസ് വരുന്ന സമയത്ത് ആ ഓഫ് സൈഡിലൊരു ഇഷ്യൂ വന്നിട്ടെങ്കിൽ പോലും ഹി കം ബാക്ക് വെരി ക്വിക്ക്ലി. പക്ഷേ ഈ 2019 ശേഷം വന്ന ഒരു ഹെവി ഗ്യാപ്പാണ്. ഓക്കെ, കാരണം ഒരു സെഞ്ചുറി അടിച്ചിട്ട് വളരെ കാലത്തിന് ശേഷമാണ് വിരാട് കോഹ്ലിക്ക് ഒരു സെഞ്ചുറി അടിക്കാൻ പറ്റുന്നത്. അതും ഒരു അഫ്ഗാനിസ്ഥാൻ ടീമിനെതിരെയാണ് ഒരു എന്താ പറയുക ഒരു ഡ്രോട്ട് അത് ബ്രേക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്താണ് വിരാട് കോഹ്ലിക്ക് ആ ഒരു പീരീഡിൽ സംഭവിച്ചത് എന്ന രീതിയിലാണ് ഞാൻ അല്ലെങ്കിൽ സംസാരിക്കണം. ഓക്കെ, അതിലൊരു കോമൺ പോയിന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് 2019 ശേഷം ഒരു ബ്രേക്ക് വരുന്നത് കൊറോണ ബ്രേക്കാണ്. ഓക്കെ, ആ കൊറോണ ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്ന വിരാട് കോഹ്ലിയുടെ ലൈഫിൽ സംഭവിച്ചുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് 2019 വരെ വിരാട് കോഹ്ലിയുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ആ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ പേഴ്സന്റെ പേരാണ് മഹേന്ദ്ര സിംഗ് ധോണി. ഓക്കെ, ഇതെങ്ങനെയാണ് ഒരു പേഴ്സന്റെ പ്രസൻസ് മറ്റൊരു വ്യക്തി ഇൻഫ്ലുവൻസ് ആവണമെന്ന് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് വിരാട് കോഹ്ലിയുടെ കാര്യം. എനിക്ക് തോന്നിയിട്ടുള്ളത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു ആബ്സെൻസ് വിരാട് കോഹ്ലിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആളുടെ ഈവൻ ദോ ഹീസ് ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ വേൾഡ് ആൻഡ് ധോണിയുടെ പ്രസൻസ് ആൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യൻ ടീമിൽ ധോണി അത്രത്തോളം വിരാട് കോഹ്ലി അത്രത്തോളം ബാക്ക് ചെയ്യണതും ഇഷ്ടപ്പെടുകയും എന്ത് വേണം ഈസ് ലൈക്ക് ഏത് കാറ്റഗറി വേണമെങ്കിൽ ഗുരുവായിട്ട് ട്രീറ്റ് ചെയ്യാം, ഫ്രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാം, ബെറ്റർ കൊളീഗ് ആയിട്ട് വരാം. കാരണം അത് ഒരു വലിയൊരു നമുക്കൊരു പ്രിവിലേജ് ആണ് ഒരു പേഴ്സൺ അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2019 വേൾഡ് കപ്പ് ഇന്ത്യ തോറ്റതിന് ശേഷം ധോണി പിന്നെ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാച്ച് കളിച്ചിട്ടില്ല. ബട്ട് ദർ ഇസ് ചാൻസ് ഹി വിൽ കം ബാക്ക്. മാച്ച് വരാനുള്ള സാധനം പുള്ളിക്കാരന് അടുത്തൊരു വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോൾഡ് ഓൺ ചെയ്തു റിട്ടയർമെന്റ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ കൊറോണ കയറിയപ്പോൾ ആൾക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഇനി വേൾഡ് കപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ ലെറ്റ്സ് റിട്ടയർ ആയതുകൊണ്ട് 2020 ധോണി റിട്ടയർ ആയി. ഓക്കെ, അപ്പോൾ 2020 ധോണി റിട്ടയർ ആയതിനു ശേഷം പിന്നീട് വിരാട് കോഹ്ലി ക്രിക്കറ്റ് മാച്ചിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് പറഞ്ഞാൽ ടോട്ടലി വേറൊരു ടൈപ്പ് ക്രിക്കറ്റ് ഇതാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഡ്രസ്സിംഗ് റൂമിൽ വളരെ ചേഞ്ച് വന്നു. ധോണിയുടെ ആബ്സെൻസ് അവിടെ ഓപ്പൺ ആണ്. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയണം എന്നുള്ളതിന് ഞാൻ ജസ്റ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിന് ഓപ്പണായി പറയാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് വിരാട് കോഹ്ലി കയറി വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, വിരാട് കോഹ്ലി കയറി വരുന്ന സമയത്ത് ഈസ് നോട്ട് അറ്റാളെ ദാറ്റ് മച്ച് എന്താ പറയുക ഒരു പക്ഷെ അന്ന് കളിച്ചിട്ടുള്ള ആ ഏജിലുള്ള പ്ലേയേഴ്സിൽ ഏറ്റവും മികച്ച പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി അല്ല. കാരണം ഒരുപാട് അതർ പ്ലേയേഴ്സ് ഉണ്ട് ഹീസ് എബോവ് ദ വിരാട് കോഹ്ലി. ഓക്കെ, പക്ഷേ കാരണം IPL പോലും ഈസ് നോർമൽ പ്ലെയർ ആയിട്ടാണ് ഓപ്ഷനിലേക്ക് വന്ന് കാരണം അതിൻ്റെ ഹോം ടീമായിട്ടുള്ള ഡൽഹി പോലും അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഈസ് നോട്ട് എ ഹീറോ ആയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ പല പീപ്പിൾസും യങ്ങർ ഏജിൽ തന്നെ അവർ ഹീറോ ആയിട്ടാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവർക്കൊരു ഫെയിം ഉണ്ട്. ഓക്കെ, വിരാട് കോഹ്ലി അങ്ങനെ ഒരു പ്ലെയർ ആണ്. ഈസ് ആവറേജ് പ്ലെയർ. ഫസ്റ്റ് കാലത്ത് ആളുടെ ഇന്നിങ്സുകളിലെല്ലാം മാക്സിമം ആൾ 38, 50 അങ്ങനെ കയറും. വളരെ റയറായിട്ട് 100ലേക്ക് കൺവേർട്ട് ചെയ്ത പോലെ 100 അടിച്ച് പെട്ടെന്ന് ഔട്ടാവും. അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇനിയുടെ പൊസിഷൻ ബേസിക്കലി ആ സമയത്ത് സച്ചിൻ്റെ റിട്ടയർമെൻറ്റ് ടൈം ആവുകയാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ. അപ്പോൾ നമ്പർ 3 പൊസിഷനിലേക്കാണ് വിരാട് കോഹ്ലിയുടെ റിക്കോർഡ് നടക്കുന്നത്. ഓക്കെ,
അതിലൊരു ഫേമസ് ആയിട്ടുള്ള കാര്യം എന്താ ചോദിച്ചാൽ ഒരു തവണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വിരാട് കോഹ്ലി ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് BCCI പറയേണ്ടത്, കാരണം വി നീഡ് ടു ഡ്രോപ്പ് വിരാട് എന്ന ലെവലിൽ. അന്ന് ക്യാപ്റ്റനായിട്ടുള്ളത് ധോണിയാണ്, MS ധോണി, മഹേന്ദ്ര സിംഗ് ധോണിയാണ്. മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി ഔട്ട് ഓഫ് ഫോം ആവുന്ന സമയത്ത് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയണം. ഓക്കെ, ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഒരു ധോണിയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്ത 2 മാച്ച് വേണമെങ്കിൽ സുരേഷ് റൈനയെ കൊണ്ട് ക്യാപ്റ്റൻ ചെയ്തോളൂ, ഞാൻ ക്യാപ്റ്റൻ ചെയ്യില്ല എന്ന ലെവലിൽ, അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ലീഡർഷിപ്പ് ഞാൻ ഏറ്റെടുക്കില്ല. കോഹ്ലി ഓക്കെ വി കൺ ഡ്രോപ്പ് കോഹ്ലി, ബട്ട് ഞാൻ അടുത്ത 2 മാച്ചിൽ ക്യാപ്റ്റൻസി എടുക്കില്ല. അപ്പോൾ ധോണിക്ക് കോഹ്ലിയോടുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കൺസേൺ ആണ്. അതിനും അത്രയ്ക്കും പുള്ളിക്കാരൻ ധോണിയെ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ല. കാരണം ഒരു പേഴ്സൺ ബാക്കിങ് ദാറ്റ് അതിനൊരു പേഴ്സൺ ഫോർ ദാറ്റ് മാച്ച് അല്ലേ. തിരിച്ചും അങ്ങനെ തന്നെ കോഹ്ലിക്ക് ധോണി എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ കോഹ്ലിക്ക് ആ ഒരു പ്രൈം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോഹ്ലിയെ അത്രത്തോളം ബാക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണ ഒരു പേഴ്സൺ, അതായത് യു ഡു വാട്ട് യു വാണ്ട് എന്ന ലെവലിലേക്ക് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആണ് ശരി. ഈവൻ ലീഡർഷിപ്പ് കോഹ്ലിയിലേക്ക് പോയപ്പോൾ സമയത്തും അത് ധോണിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായില്ല. ധോണിയാണ് നെക്സ്റ്റ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ വിരാട് കോഹ്ലിയെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ ധോണി നെക്സ്റ്റ് ക്യാപ്റ്റൻ വിൽ ബി വിരാട് കോഹ്ലി എന്ന രീതിയിൽ തന്നെയാണ് ധോണി അത് ബിൽഡ് ചെയ്ത് വന്നത്. പിന്നെ ക്യാപ്റ്റൻസിൻ്റെ സമയത്താണ് ശരി വിരാട് കോഹ്ലിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് MS ധോണി നിന്നിട്ടുള്ളത്. ഒരുപക്ഷെ വിരാട് കോഹ്ലി MS ധോണിയെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആണ്. എന്ത് കാര്യങ്ങൾ ഇപ്പോൾ DRS ഒക്കെ വരുമ്പോൾ ധോണി പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ വിരാട്ട് ഒന്നും ചിന്തിക്കാറില്ല, വേറെ ഒരു ചോദ്യമില്ല. അപ്പം അത്രയ്ക്ക് ബ്ലൈൻഡ് സപ്പോർട്ട് ധോണി വിരാട് കോഹ്ലിയെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ ആബ്സെൻസ് ഈവൻ അഫക്ട് ദ ഗ്രേറ്റ് പ്ലേയേഴ്സ് അല്ലേ. ഒരു പ്ലെയറിനെ, അതായത് അങ്ങനെ ഒരു പേഴ്സൻ്റെ ഒപ്പം ഒരുപാട് ഒരു 10 വർഷം ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ആബ്സെൻസ് വന്നു 2020 ശേഷം. അത് നമ്മുടെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഇഫ് വി ഹാവ് ദ റൈറ്റ് പീപ്പിൾ വിത്ത് അസ് ദെൻ വി ഡോണ്ട് ഫീൽ ദാറ്റ് മച്ച് ഹാർഷ് അല്ലേ. നമ്മൾ അത്ര ഹാർഡായിട്ട് അത് കാണില്ല. ഇഫ് റൈറ്റ് പീപ്പിൾ വിത്ത് അസ് ഇറ്റ് നോട്ട് എ ഹാർഡ് തിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ MS ധോണി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് ടോട്ടലി അങ്ങോട്ട് വിരമിച്ച് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് അവിടെ വലിയൊരു ഗ്യാപ്പ് സംഭവിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ ഒരു കരിയറിൽ വേണമെങ്കിൽ പറയാം, ലൈഫിൽ എന്ന് പറയാം. ഓക്കെ, യെസ് നമുക്ക് അവരെ റീച്ചബിളാണ്, പക്ഷേ നമ്മളുടെ കൂടെ തന്നെ ഒരാൾ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ്, ഒരാൾ ദൂരെ നിന്ന് നമ്മൾ റീച്ച് ചെയ്യേണ്ട അവസ്ഥ വരുന്ന സമയത്തും ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ വിരാട് കോഹ്ലിയുടെ കൂടെ തന്നെ കഴിഞ്ഞ ആളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ 2008 വിരാട് കോഹ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് കരിയർ. ഓക്കെ, അപ്പോൾ തുടങ്ങി ഓൾമോസ്റ്റ് 12 വർഷം ധോണി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ബാക്ക് ചെയ്തിട്ടുണ്ട്, അയാളെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് എല്ലാ രീതിയിലും കൂടെയുണ്ട്. 2020 ശേഷം ഈ ഫേസ് ദാറ്റ് സിറ്റുവേഷൻ, അതായത് തന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുകയും ബാക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്ത വ്യക്തിയുടെ ആബ്സെൻസ്, അത് വിരാട് കോഹ്ലി ഒരുപക്ഷെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യണ്ടാവും. ഓക്കെ, വിരാട് കോഹ്ലിക്ക് സ്കില്ലിന് അവിടെ ഒരു പ്രശ്നമില്ല, ഒരു തരത്തിലുമില്ല. പക്ഷേ വെൻ യു കം ടു ടഫ് സിറ്റുവേഷൻ ഇഫ് എ പീപ്പിൾ ദർ ഫോർ അസ് അല്ലേ, അത് നമ്മൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മേ ബി അതാ നമ്മളെ ഇറ്റ്സ് എ എന്താ പറയുക, ചില സമയത്ത് സം പീപ്പിൾ ദർ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ധോണിയുടെ ഒരു ആബ്സെൻസ്, ആ ഒരു കുറേ കാലം ഒരു ഔട്ട് ഓഫ് ഫോം വന്ന സമയത്തും ബൗൺസ് ബാക്ക് ചെയ്യാന്നുള്ള, അതായത് നമ്മുടെ പഴയ വിരാട് കോഹ്ലി ആണെങ്കിൽ ഹി ബൗൺസ് ബാക്ക് വെരി ക്വിക്ക്ലി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പിൽ വിരാട് കോഹ്ലിയുടെ എന്താ പറയുക സപ്പോർട്ടിങ് സിസ്റ്റമായി നിന്നിരുന്ന MS ധോണിയുടെ ആബ്സെൻസ് അത് വളരെ ചിലപ്പോൾ വിരാട് കോഹ്ലി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം നോട്ട് ഹാവിങ് ദ റൈറ്റ് പീപ്പിൾ വിത്ത് അല്ലെങ്കിൽ അവർ ബെസ്റ്റ് പീപ്പിൾ വിത്ത് ഓൺ ദോസ് ടൈം ഈസ് വെരി ഡിഫിക്കൽട്ട് തിങ്. അപ്പോൾ ആ ഗ്യാപ്പിൽ MS ധോണിയുടെ ഒരു ആബ്സെൻസ് വിരാട് കോഹ്ലി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യണം. ദാറ്റ് മൈറ്റ് ബി വൺ ഓഫ് ദ റീസൺ, ഞാൻ പറയും വൺ ഓഫ് ദ റീസൺ. മേ ബി അതർ തിങ്, കാരണം വേറെ വിരാട് കോഹ്ലിയെ തോൽപ്പിക്കാൻ കഴിയാവുന്ന ഒരു ബോളർ അവിടെ വന്നിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ എന്താ പറയുക, ഓക്കെ ഒരു പുതിയൊരു ബോളർ വന്നു ആളിലേക്ക് അങ്ങനെ ഒരു ബോളർ ഇല്ല. പിന്നെ വേറെ ഒന്നും ചേഞ്ച് നടന്നിട്ടില്ല. ഓക്കെ, ഒരു തരത്തിലുള്ള ചേഞ്ച് അവിടെ നടന്നിട്ടില്ല. ആകെ അവിടെ മേജറായിട്ട് വന്നുള്ള ചേഞ്ച് പറഞ്ഞാൽ MS ധോണി സപ്പോർട്ടിംഗ് സിസ്റ്റം അവിടെ വിരാട് കോഹ്ലിക്ക് ആബ്സെൻ്റ് ആയെന്നുള്ളതാണ്. വേറെ ഒരു തരത്തിലുള്ള ക്രിക്കറ്റിംഗ് ചേഞ്ച് വന്നിട്ടില്ല. പുള്ളിക്കാരൻ്റെ ടീം മാറിയിട്ടില്ല, RCB തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത്. ഓക്കെ, ഇൻ്റർനാഷണൽ ടീമിൽ തന്നെ ആൾ ക്യാപ്റ്റനായി തന്നെ തുടർന്നു. അപ്പോഴും ആൾ പ്രൈം ലെവലിൽ സംസാരിക്കുന്ന ഒരു ടീമിൽ
മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയാണ്. പക്ഷേ വേറെ ഒരു തരത്തിലുള്ള ചേഞ്ചും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്ത് ചേഞ്ച് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വിരാട് കോഹ്ലിക്ക് ആ ഒരു വലിയ ഗ്യാപ്പ് വരേണ്ടി വന്നു ചോദിക്കുമ്പോൾ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് MS ധോണിയുടെ ആബ്സെൻസ് ഇൻ ദ ഡ്രസ്സിംഗ് റൂം വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്നാൽ MS ധോണിയുടെ പ്രസൻസ് ആൾക്ക് അത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അയാളുടെ കരിയറിൽ. ആ ഒരു ആബ്സെൻസിൽ ആൾക്ക് ഒരു പക്ഷേ അത് ആളുടെ ഒരു കരിയറിന് കുറച്ച് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരു വലിയ ഗ്യാപ്പ് ഇടേണ്ടി വന്നു ഒരു സെഞ്ചുറിക്ക് ശേഷം മറ്റൊരു സെഞ്ചുറിക്ക് വേണ്ടി. ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. കാരണം എനിക്കത് ഫീൽ ചെയ്യേണ്ടത്, കാരണം വിരാട് കോഹ്ലിയും ധോണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കാര്യം ഞാൻ വർഷങ്ങളായി കാണുന്നവരാണ്. അവർ എത്രത്തോളം ബാക്കിങ് ഈച്ചർ, സപ്പോർട്ടിങ് ഈച്ചർ, ലവിങ് ഈച്ചർ, റെസ്പെക്ടിങ് ഈച്ചർ എന്ന് പറയുന്നത് ഐ നോ ഇറ്റ്. സോ ഐ തിങ്ക് ദാറ്റ് ധോണീസ് ആബ്സെൻസ് മൈറ്റ് അഫക്റ്റഡ് വിരാട് കോഹ്ലി.